നമ്മളെല്ലാവരും കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവാണ്. പ്രോട്ടീൻ നമുക്ക് ആനിമൽ ഫുഡിൽ നിന്നും കിട്ടും, പ്ലാന്റ് ഫുഡിൽ നിന്നും കിട്ടും. പക്ഷേ ഏത് തരത്തിലുള്ള പ്രോട്ടീനാണ് നല്ലത്? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. നിങ്ങളുടെ മസിൽ മാസ് കൂട്ടാനോ അല്ലെങ്കിൽ പ്രായം കൂടുന്നതിനനുസരിച്ചുള്ള മസിൽ വേസ്റ്റിംഗ് അത് തടയാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രോട്ടീൻ കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള പ്രോട്ടീൻ കഴിക്കണം? പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ആണോ നല്ലത്? ഇറച്ചി, മീൻ ഇതിന്നൊക്കെ കിട്ടുന്ന പ്രോട്ടീൻ ആണോ, അതോ പ്ലാന്റ് ബേസ്ഡ് സോയ പ്രോട്ടീൻ ഒക്കെയാണോ നല്ലത്? ഡയറ്റിൽ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒട്ടനവധി ആൾക്കാർക്കും ഇത്തരത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഡോഫഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി പ്രോട്ടീനെ കുറിച്ച് ബേസിക് ആയിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സ് പോലെ തന്നെയാണ് പ്രോട്ടീനും നമുക്ക് അത്യാവശ്യമാണ്. മസിൽ ബിൽഡിങ്ങിനും നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന ഓരോ റിപ്പയറിനും മെയിൻ്റനൻസ് വർക്കിനും ഒക്കെ പ്രോട്ടീൻ അത്യാവശ്യമാണ്. ഇനി പ്രോട്ടീൻ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സിൻ്റെ ഒരു വലിയ ചെയിനാണ്. പലതരത്തിലുള്ള അമിനോ ആസിഡ്സ് കൂട്ടിച്ചേർത്തിട്ടാണ് പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നത്. അമിനോ ആസിഡ്സ് ആവട്ടെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇസെൻഷ്യലും രണ്ടാമത്തത് നോൺ എസെൻഷ്യലാണ്. നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള അമിനോ ആസിഡ്സ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഇത്തരത്തിലുള്ള അമിനോ ആസിഡ്സ് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാക്കാൻ പറ്റാത്ത തരത്തിലുള്ള അമിനോ ആസിഡ്സിനെയാണ് നമ്മൾ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. 9 തരത്തിലുള്ള അമിനോ ആസിഡ്സ് ഇസെൻഷ്യലാണ്. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ നമ്മളുടെ ബോഡിയിലേക്ക് കിട്ടണം. ഇവിടെയാണ് അധികം ആൾക്കാർക്കും ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവാറ്. കാരണം അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ അളവ് കുറവായിരിക്കും. ഇനി പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ തന്നെ അധികം ആൾക്കാരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇറച്ചിയായിരിക്കും. അത് ചിക്കൻ ആവാം, മട്ടൺ ആവാം, ബീഫ് ആവാം, പലതരത്തിലുള്ള മീറ്റ് ആവാം, ഫിഷ് ആവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഇത്തരത്തിലുള്ള ആനിമൽ ഫുഡാണോ നല്ലത്, അതോ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനിലേക്ക് പോകുന്നതാണോ നല്ലത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അമിനോ ആസിഡ്സിൻ്റെ ക്വാളിറ്റിയും അമിനോ ആസിഡ്സിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ആനിമൽ ഫുഡിൽ തന്നെയാണ് കൂടുതൽ അമിനോ ആസിഡ്സ് വരുന്നത്. അത് ഇസെൻഷ്യൽ ആയാലും നോൺ എസെൻഷ്യൽ ആയാലും രണ്ട് തരത്തിലുള്ള അമിനോ ആസിഡ്സിൻ്റെ അളവും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കൂടുതൽ ആനിമൽ ഫുഡിൽ തന്നെയാണ്. ഇനി ആനിമൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ഉൾപ്പെടുന്നുണ്ട്. ചിക്കൻ, പോൾട്രി, എഗ്ഗ്, മീറ്റ്, ഡയറി പ്രൊഡക്ട്സ്, ഇതൊക്കെ ആനിമൽ സോഴ്സസ് ആണ്. പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ സീഡ്സും പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, നട്ട്സ്, ഇതൊക്കെയാണ് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ബീഫ്, മട്ടൺ, പോർക്ക് ഇത്തരത്തിലുള്ള മീറ്റിൻ്റെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതെല്ലാം മാമൽസ് ആണ്. മാമൽസ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡിയിലുള്ള അതേപോലത്തെ പ്രോട്ടീൻസ് ഒക്കെ തന്നെയാണ് ഈ പറയുന്ന ആനിമൽസിൻ്റെ ശരീരത്തിലും മസിലിലും അടങ്ങിയിരിക്കുന്നത്. ഈ ആനിമൽസിൽ നിന്നും പ്രധാനമായിട്ടും നമുക്ക് പ്രോട്ടീൻസ് കിട്ടുന്നത് അവരുടെ മസിൽസിൽ നിന്നാണ്. ഇറച്ചി നമ്മൾ കഴിക്കുന്ന സമയത്താണ്. ഇതിനെ വേണമെങ്കിൽ മസിൽ പ്രോട്ടീൻ എന്ന് പറയാം. ചിക്കനിൽ നിന്നും നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ എണ്ണവും ബാലൻസും അത് മാറിക്കൊണ്ടേയിരിക്കും. ചിക്കനിൽ അടങ്ങിയിരിക്കുന്നത് പോലെ ആയിരിക്കില്ല മട്ടണിലും ബീഫിലും അടങ്ങിയിരിക്കുന്നത്. അതുപോലെ ആയിരിക്കില്ല മുട്ടയിൽ അടങ്ങിയിട്ടുള്ളത്. അതിൽ നിന്നും വ്യത്യാസം ഉണ്ടാകും ഡയറി പ്രോഡക്ട്സിൽ അടങ്ങിയിട്ടുള്ളത്. പാല്, ചീസ് പോലത്തെ ഡയറി പ്രോഡക്ട്സിൽ നിന്നും നമുക്ക് ഈ പ്രോട്ടീൻസിനെ അമിനോ ആസിഡ്സിനെയും ഐസൊലേറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതാണ്. മറ്റൊരു കാരണം, ഡയറി പ്രോഡക്ട്സിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് എല്ലാം വാട്ടർ സോലിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഓരോന്നോരോന്ന് പീസാക്കി മാറ്റി ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ആനിമൽ സോഴ്സസ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ബീഫ്, മട്ടൺ ആണെന്നുണ്ടെങ്കിലും ഫിഷ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം ഇറച്ചിയാണ് നമ്മൾ കഴിക്കുന്നത്. മസിലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനാണ് നമ്മൾ ഫുഡായിട്ട് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പ്രോട്ടീൻ കമ്പോസിഷൻ ഏകദേശം സെയിം ആയിരിക്കും. പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ക്വാളിറ്റി വൈസ് ഈ പറഞ്ഞ 3 സോഴ്സസും ഓൾമോസ്റ്റ് സെയിം ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി പ്ലാന്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പ്രോട്ടീൻ്റെ ക്വാളിറ്റീനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഏത് തരത്തിലുള്ള പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് മെയിനായിട്ടും 2 കാര്യങ്ങളാണ്. അതിലൊന്നെന്ന് പറയുന്നത് അതിൽ എത്ര എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് 9 അമിനോ ആസിഡ്സ് ആണ് പുറത്തുനിന്ന് ഭക്ഷണത്തിലൂടെ കിട്ടേണ്ടത്. ആ 9 എണ്ണത്തിൽ എത്ര എണ്ണം ആ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പ്രോട്ടീൻ്റെ ബയോ അവൈലബിലിറ്റിയാണ്. അതായത് ആ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ എത്ര എളുപ്പത്തിൽ ആ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കും, എത്ര എളുപ്പത്തിലാണ് ആ പ്രോട്ടീനെ രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്ത് എത്തിക്കാനും സാധിക്കുന്നത്. ഇതിനെയാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ 100 ഗ്രാം പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ 100 ഗ്രാമും നമ്മളുടെ രക്തത്തിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലേ, നമ്മുടെ ബോഡിയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നുണ്ടോ ഇല്ലേ. ഈ പറഞ്ഞ 2 ഫാക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ആനിമൽ സോഴ്സസ് ഓഫ് പ്രോട്ടീൻ ആണ് പ്ലാന്റ്സിനേക്കാളും മികച്ചതെന്ന് പറയാൻ സാധിക്കുന്നത്. ഇനി പ്ലാന്റ് പ്രോട്ടീൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആനിമൽസിനെ പോലെ മസിൽസ് ഒന്നും പ്ലാന്റ്സിനില്ല. പ്ലാന്റ്സിൽ ഈ പറയുന്ന അമിനോ ആസിഡ്സും പ്രോട്ടീനൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് പ്ലാന്റ്സിൻ്റെ മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള ഫൈബറിൻ്റെ കൂടെയാണ്. അത് ഇലകളിലാവാം, അതിൻ്റെ സ്റ്റെമ്മിലാവാം, സീഡ്സിലാവാം. ഫൈബറിൻ്റെ കൂടെ തുന്നി ചേർത്ത് വെച്ചിട്ടുള്ള പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റ് സോഴ്സസ് ഓഫ് പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങളുണ്ടാവും. കാരണം മനുഷ്യന്മാർക്ക് ഫൈബറിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. നമ്മളുടെ വൻകുടലുള്ള മൈക്രോബയോമിന് അതിനുള്ള കഴിവുണ്ടെങ്കിലും നമുക്കതിനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 100 ഗ്രാം പ്ലാന്റ് പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാലും
അതിൽ നിന്നും നമുക്ക് ഇഫക്റ്റീവായിട്ടും കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവ് കുറവായിരിക്കും. അതായത് അതിൻ്റെ ബയോ അവൈലബിലിറ്റി കുറവായിരിക്കും. പോരാത്തതിന് ഓരോ തരത്തിലുള്ള ചെടിയിലും അതിൻ്റെ വിത്തുകളിലും അതിൻ്റെ നട്ട്സിലും അടങ്ങിയിരിക്കുന്ന ഇസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ എണ്ണത്തിലും വ്യത്യാസം ഉണ്ടാകും. ആനിമൽസിൻ്റെ മീറ്റിൽ നിന്നോ പോൾട്രിയിൽ നിന്നോ ഡയറി പ്രൊഡക്ട്സിൽ നിന്നോ കിട്ടുന്ന അത്രയും അമിനോ ആസിഡ്സും പ്രത്യേകിച്ച് ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് പ്ലാന്റ്സിൽ അടങ്ങിയിട്ടില്ല. അതിൻ്റെ എണ്ണം കുറവായിരിക്കും. ഇനി പറയാനുള്ളത് ചില പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിനെ കുറിച്ചാണ്. നിങ്ങൾ പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പലതരത്തിലുള്ള പ്രോട്ടീൻ പൗഡേഴ്സ് ഉണ്ട്. കോൺസെൻട്രേറ്റ്സ് ഉണ്ട്, ഐസൊലേറ്റ്സ് ഉണ്ട്, ഹൈഡ്രോലൈസ്ഡ് പ്രോട്ടീൻ ഉണ്ട്. ഇതിൽ കോൺസെൻട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റോ ഫോമിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ ഒക്കെ മാറ്റി വേറെ തന്നെ സെപ്പറേറ്റ് രൂപത്തിലാക്കുന്നതാണ് ഐസൊലേറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള പ്രോട്ടീൻ ആണെങ്കിലും, അത് വേ പ്രോട്ടീൻ ആണെങ്കിലും സോയ പ്രോട്ടീൻ ആണെങ്കിലും പീ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഐസൊലേറ്റ്സ് നോക്കുകയാണെങ്കിൽ അതിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിരിക്കും. നമുക്ക് ആവശ്യമുള്ള അമിനോ ആസിഡ്സിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇതിൻ്റെ ബയോ അവൈലബിലിറ്റിയും കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെയും പ്ലാന്റ് സോഴ്സും ആനിമൽ സോഴ്സിലും വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് വേ പ്രോട്ടീൻ ഐസൊലേറ്റ് അതിൽ അടങ്ങിയിരിക്കുന്ന ഇസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ടും ക്വാളിറ്റി കൂടുതലായതുകൊണ്ടും സോയ് പ്രോട്ടീൻ ഐസൊലേറ്റ്സിനേക്കാളും ഏകദേശം 20% ബെറ്റർ ആണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് മറ്റേത് തരത്തിലുള്ള പ്ലാന്റ് പ്രോട്ടീൻ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അത് സപ്ലിമെൻറ്റ് രൂപത്തിലാണെന്നുണ്ടെങ്കിലും അത് ഐസൊലേറ്റ് ഫോമിലാണെന്നുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ കുറച്ചും കൂടി കൂടുതലായിരിക്കും, ബയോ അവൈലബിലിറ്റി കൂടുതലായിരിക്കും. പക്ഷേ ഒരിക്കലും പ്ലാന്റ് പ്രോട്ടീൻ ആനിമൽ പ്രോട്ടീൻ്റെ അടുത്ത് എത്തില്ല. 20 മുതൽ 40% വരെ എപ്പോഴും ബയോ അവൈലബിലിറ്റിക്കും വ്യത്യാസം ഉണ്ടാവും. അതിലടങ്ങിയിരിക്കുന്ന എമിനോ ആസിഡ്സിൻ്റെ ക്വാണ്ടിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും. ഇതിൻ്റെ അർത്ഥം നിങ്ങളൊരു പ്യുവർ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് പ്രോട്ടീൻ നിർത്തിയിട്ട് നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് കഴിച്ചു തുടങ്ങണം എന്നല്ല. നിങ്ങൾ കഴിക്കുന്ന പ്ലാന്റ്സും ചെടികളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും, ക്വാളിറ്റിയും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് കൂടുതൽ പ്ലാന്റ്സ് കഴിക്കേണ്ടി വരും. പ്രത്യേകിച്ചും പ്രോട്ടീൻ കിട്ടുന്ന രീതിയിലുള്ള ചെടികളും നട്ട്സും സീഡ്സും പയറുവർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും കഴിക്കേണ്ടി വരും. ഇനി നിങ്ങൾക്ക് അത് എല്ലാ ദിവസവും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെൻറ്റ്സും കഴിക്കേണ്ടി വരും. പ്രത്യേകിച്ചും ഐസൊലേറ്റ്സ് തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങൾ നോൺ വെജിറ്റേറിയനും കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം വെറും ആനിമൽ സോഴ്സ് പ്രോട്ടീൻ മാത്രം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനെക്കൊണ്ടും പ്രശ്നങ്ങളുണ്ടാവാം. നമ്മൾ ആനിമൽസിനെയോ പ്ലാന്റ്സിനെയോ കഴിക്കുന്ന സമയത്ത് നമുക്ക് പ്രോട്ടീൻ മാത്രമല്ല കിട്ടുന്നത്, അതിൻ്റെ കൂടെ അയണും കിട്ടും. ആനിമൽസിൽ നിന്നും കിട്ടുന്ന അയൺ അല്ലെങ്കിൽ ഇരുമ്പെന്ന് പറയുന്നത് ഹീം ടൈപ്പ് അയണാണ്. നമുക്ക് മനുഷ്യന്മാരുടെ ശരീരത്തിലുള്ള റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള തരത്തിലുള്ള ഹീം അയണാണ് ആനിമൽ സോഴ്സസിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. ഇത് പ്രോട്ടീൻ്റെ എക്സ്ട്രാ കിട്ടുന്നതാണ്, ബോണസ് എന്നുള്ള രീതിയിലൊക്കെ കിട്ടുന്നതാണ്. പക്ഷേ പ്ലാന്റ് ബേസ്ഡ് ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഹീം അയൺ അല്ല, നോൺ ഹീം അയണാണ് കിട്ടുന്നത്. ഇനി ഹീം അയണും നോൺ ഹീം അയണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. ഹീം അയൺ നമ്മളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ കൂടുതൽ ഉണ്ടാക്കും. നമ്മൾ ഇരുമ്പിൽ പെയിൻ്റ് അടിക്കാതെ വെള്ളം തട്ടുന്ന രീതിയിൽ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കും. അതേപോലത്തെ ഓക്സിഡേറ്റീവ് റിയാക്ഷൻസ് ഉണ്ടാവുന്നത് ഹീം അയണിനാണ്. നോൺ ഹീം അയൺ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആനിമൽ ഫുഡ് കൂടുതൽ കഴിക്കുന്നവർക്ക് ബോഡിയിൽ ഇൻഫ്ലമേഷൻ കൂടുതലുണ്ടാവാം. പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാവാം. അത് കിഡ്നീനെ ബാധിക്കാം, രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവാം, എത്തറോസ്ക്ലീറോസിസ് ഉണ്ടാവാം, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവാം. കോളോറെക്ടൽ ക്യാൻസർ പോലും കൂടുതലായിട്ട് ഉണ്ടാവുന്നത് റെഡ് മീറ്റ് കൂടുതൽ കഴിക്കുന്നവർക്കാണെന്നുള്ളത് പല സ്റ്റഡീസിലും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലും ആനിമൽ പ്രോട്ടീൻ മാത്രം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആനിമൽ പ്രോട്ടീൻ കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുകയല്ല, അതിൻ്റെ കൂടെ പ്ലാന്റ്സും കൂടി കഴിക്കണം. അതായത് വെജിറ്റബിൾസ് കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം. ജ്യൂസ് ആയിട്ടല്ല, തോരനായിട്ടല്ല, കറീൻ്റെ രൂപത്തിലല്ല, റോ ആയിട്ട് സാലഡിൻ്റെ രൂപത്തിലോ പച്ചക്ക് മുറിച്ചിട്ടിട്ടോ ബോയിൽ ചെയ്തിട്ടോ. നിങ്ങൾ ഒരു ദിവസം 100 മുതൽ 200 ഗ്രാം ആനിമൽ പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചിക്കനോ മീറ്റോ എഗ്ഗോ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ മിനിമം 100 മുതൽ 150 ഗ്രാം വരെയെങ്കിലും വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം മിനിമം ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ആനിമൽ ബേസ്ഡ് ഫുഡിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്ലാന്റ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സും കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞ നോൺ ഹീം അയണിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള കഴിവ് ഈ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസിനുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസർ ഉണ്ടാകുന്ന റിസ്ക്, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്ന റിസ്ക് ഒക്കെ കുറച്ച് നിർത്താൻ സാധിക്കും. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് ഇതൊക്കെ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആനിമൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി ചെറുതായിട്ട് കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആദ്യം പ്ലാന്റ് ബേസ്ഡ് ഫുഡ് കഴിക്കുക, അതിനുശേഷം മാത്രം ചിക്കനോ മട്ടണോ എന്ത് തരത്തിലുള്ള ആനിമൽ ഫുഡാണോ നിങ്ങൾ ഡെയിലി കഴിക്കുന്നത് അത് കഴിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനറൽ ഇൻഫർമേഷൻ ആണ്. നിങ്ങൾ ഓൾറെഡി ഒരു കിഡ്നി പേഷ്യൻ്റ് ആണ്, കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട്, 10-20 കൊല്ലമായിട്ട് ഡയബറ്റീസ് ഉണ്ട്, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ്റെ അളവും മാറും, പ്രോട്ടീൻ്റെ ക്വാളിറ്റി മാറും. നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ്റെ അളവ് കൂടും. ഇങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല,
ഡോഫോഡി പോലത്തെ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പ് യൂസ് ചെയ്താൽ മതി. ആപ്പിൻ്റെ ലിങ്ക് ലൈക്ക് ബട്ടണിന് താഴെ ഉണ്ടാവും. ഇനി പ്രോട്ടീനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്? നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പ്രോട്ടീനെ കുറിച്ചും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിനെ കുറിച്ചും ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.